ഇന്ന് നമുക്ക് ഒരു പഴവട ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 പഴം എടുത്തിട്ടുണ്ട്. ഇത് പിശാങ്ക അല്ലെങ്കിൽ മെഴുകുതിരിപ്പഴം എന്നൊക്കെ പറയുന്ന ചെറിയ കായാണ് കേട്ടോ. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ കായ ആയതുകൊണ്ടാണ് ഞാൻ 5-6 എടുത്തേക്കുന്നത്. റോബസ്റ്റയൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച മിശ്രിതം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ചേർത്തുകൊണ്ട് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ചേർത്താച്ചാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് കുഴച്ചെടുത്തപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കുറവാണ്, ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശകലം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കുവാണ്. പച്ചവെള്ളം ഒഴിക്കുമ്പം കുറേശ്ശെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ 5-6 മണിക്കൂറിന് ശേഷമുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ശകലം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ശകലം പച്ചവെള്ളം എടുക്കാം, കൈ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. കൈ ഇതുപോലെ നന്നായി മുക്കിയതിന് ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് ചെറിയൊരു ബോളാക്കിയിട്ടെടുക്കാം. കൈ ഒട്ടാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ തന്തവിരൽ കൊണ്ട് ഇതിൻ്റെ നടുഭാഗത്തൊരു ഓട്ടയാക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എൻ്റെ ഈ ലാസ്റ്റ് ഭാഗം കട്ടായിപ്പോയി, അതുകൊണ്ടാണ് ഇത് കാണാത്തത്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കോരിയെടുക്കണം കേട്ടോ.